ഇത് പാർട്ടി അംഗീകരിക്കുന്ന അപേക്ഷ പ്രതിസന്ധിയിലാക്കുന്നു എന്ന തരത്തിലേക്കാണ് വിലയിരുത്തുന്നതാണ് റിപ്പോർട്ടിൽ വരുന്നത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. ശരിക്കും അത് അംഗീകരിച്ച് തിരിച്ചടിയാണെന്ന് കരുതുന്നുണ്ടോ? ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ലല്ലോ. എവിടെ പ്രതിസന്ധിയിലാക്കുന്നു? പാർട്ടിക്ക് എന്നതിലെ ഉത്തരവാദിത്തം? ഞാൻ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിനെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് പൂഴ്ത്തി വെച്ച് പൊതുസമൂഹത്തിൽ വരുന്ന MLA-മാരായാലും പാർട്ടിയുടെ എന്താ പറയുക ജില്ലാ സെക്രട്ടറിക്ക് താഴെയുള്ള നേതാക്കന്മാരായാലും പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും എന്താ പറയുക കോർപ്പറേഷൻ്റെ ചെയർമാൻമാരായാലും മുനിസിപ്പൽ ചെയർമാൻമാരായാലും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറിമാരായാലും ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് CM-നെ കാണേണ്ട ഒരു കാര്യമാണെങ്കിൽ ഒരാളെ അദ്ദേഹം കടത്തിവിടാറില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരാളെ. അത് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ തന്ന CM തിരക്കില്ലെന്ന് പറയും. അങ്ങനെ CM-ഉം പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു മറയായിട്ടാണ് ഈ ശശി നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? താഴേക്കടയിൽ നിന്ന് വിവരം കിട്ടില്ലേ പാർട്ടിക്ക് CM-ന്? അതുണ്ടായിട്ടില്ല. ഈ സാധാരണക്കാരുടെ ഞാൻ P. ശശിയുടെ അടുത്ത് കഴിഞ്ഞ 8 മാസമായിട്ട് പോകാറില്ല. സാജൻ സ്കറിയാസ് കേസിന് ശേഷം. കാരണം ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ ദ്രോഹി, ഇതുപോലെയുള്ള ഒരു വർഗീയ വിഭജനത്തിന് വേണ്ടി രാപ്പകൽ തൻ്റെ നാവും ഇട്ട് അധ്വാനിക്കുന്ന, കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രവിരുദ്ധൻ രാജ്യദ്രോഹ കുറ്റമായ പോലീസിൻ്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തി ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടിയുമായി ഞാൻ പോയപ്പോൾ അതിനെ തടയിട്ടവനാണ് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന M. അജിത് കുമാറും. അതിൽ കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് തടയിട്ടിട്ടുള്ളത്. അതിൽ ശശിക്ക് കിട്ടിയെന്തെങ്കിലും കിട്ടിയെന്ന് എനിക്കറിയില്ല. M. അജിത് കുമാറിന് കിട്ടിയെന്നല്ല ഉറപ്പാണ്.